നെക്സ്റ്റ് പി ഡി വി വർക്ക് എന്ന് പറയുന്നത് പി വി റേസ് ടു എസ് ഇക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന പി ഡി വി വർക്കാണ്. ഇത് ഞാൻ ഓൾറെഡി നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെല്ലാം മെജോറിറ്റി പറഞ്ഞു വെച്ചിരുന്നു, എങ്കിലും കംപ്ലീറ്റ് ആയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സെഷൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പോവാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്? പി വി റേസ് ടു എൻ ഇക്വൽ ടു കോൺസ്റ്റൻ്റ് ആദ്യമേ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? പി വി റേസ് ടു എൻ ഇക്വൽ ടു P1 V1 റേസ് ടു n ഇക്വൽ ടു P2 V2 റേസ് ടു n ഇക്വൽ ടു കോൺസ്റ്റൻ്റ് നമ്മൾ ആദ്യമേ തന്നെ എഴുതി അങ്ങ് വെച്ച്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അതിനുശേഷം നമ്മുടെ വർക്ക് ഡൺ 1 to 2 ഈസിക്കൽ ടു ഇൻ്റഗ്രൽ V1 to V2 PD ഇതിന്ന് എടുക്കുന്നു അല്ലേ? ഇതിനകത്ത് നമുക്ക് എന്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ടേ? എന്തിനാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ടേ? നല്ല ചെയ്തതാ. ഏതിനാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ടേ? പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇവിടെ നിന്ന് എടുക്കണം പി വി റേസ് ടു എൻ ഈസിക്കൽ ടു P1 V1 റേസ് ടു എൻ എന്ന് പറയുന്ന സംഭവം എടുക്കണം. അപ്പോൾ പി ഈസിക്കൽ ടു എന്ത് വരും? പി ഈസിക്കൽ ടു P1 പിന്നെന്താ V1 ബൈ V1 റേസ് ടു എൻ V റേസ് ടു എൻ എന്ന് വരും. ആണോ? V1 raised to n by V raised. അതെ. അപ്പോൾ ഈ സാധനം നമ്മൾ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം, ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ W1 to 2 ഈസിക്കൽ ടു ഇൻ്റഗ്രൽ V1 to V2 പിക്ക് പകരം P1 V1 റേസ് ടു എൻ ഡിവൈഡ് ബൈ V റേസ് ടു എൻ ഡി വി എന്ന് എടുക്കുക. ആണോ? ഇനി എന്തോ ചെയ്യണ്ടേ? ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ അകത്ത് കീപ്പ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളതെല്ലാം വെളിയെടുക്കണം. ആണോ? ഈസിക്കൽ ടു P1 V1 റേസ് ടു വെളി കീപ്പ് ചെയ്തു. എന്നിട്ട് V1 to V2 ഈ വീനെ V റേസ് ടു മൈനസ് എൻ ഡി വി എഴുതാമല്ലോ. വീനെ V റേസ് ടു മൈനസ് എൻ ഡി വി എഴുതാമല്ലോ. ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് വർക്ക് ഡൺ 1 to 2 ഈസിക്കൽ ടു P1 V1 റേസ് ടു എൻ ഇൻറ്റു ഇൻ്റഗ്രൽ V1 to V2 V റേസ് ടു മൈനസ് എൻ ഡി വി എന്ന് എഴുതാം. ഇനി അടുത്ത എന്താണ്? ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സിൻ്റെ ഫോർമുല എന്താണ്? ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സിൻ്റെ ഫോർമുല എന്താണ്? ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സിൻ്റെ ഫോർമുല എന്താണ്? X raised to n plus 1 by n plus 1. X raised to n plus 1 divided by n plus 1. അതേ ഫോമിൽ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഈസിക്കൽ ടു P1 V raised to n. അപ്പം V raised to മൈനസ് എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ മൈനസ് എൻ പ്ലസ് 1 ലിമിറ്റ് V1 to 2 കൊടുക്കാവോ? ഇങ്ങനെ കൊടുക്കാവോ? ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇനി അടുത്ത നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കും. അതെന്ത് വരും? P1 V1 റേസ് ടു എൻ ഡിവൈഡ് ബൈ 1 മൈനസ് എൻ അങ്ങ് പുറത്തെടുത്തു. അതിനുശേഷം V2 ലിമിറ്റ് എടുക്കുക. V2 റേസ് ടു മൈനസ് എൻ പ്ലസ് 1 മൈനസ് ഓഫ് V1 മൈനസ് എൻ പ്ലസ് 1 കൊടുക്കാവോ? ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇനി അടുത്ത് എന്ത് ചെയ്യേണ്ടത്? ഈ P1 റേസ് ടു എന്നിനെ നമ്മൾ എങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ 1 by 1 മൈനസ് എൻ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ ഓരോ ടൈമിൻ്റെ കൂടെ P1 V1 റേസ് ടു എൻ, അതിൻ്റെ ബാക്കി എന്തുണ്ട്? V2 മൈനസ് എൻ പ്ലസ് 1 ഉണ്ട്. മൈനസ് P1 V1 റേസ് ടു എൻ, പിന്നെ V1 മൈനസ് എൻ പ്ലസ് 1. ഇങ്ങനെ വരത്തില്ല. ഇനി എന്തോ അടുത്ത് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ P1 ഇവിടെ 2 അപ്പോൾ ഇവിടെ 1 ഇവിടെ കുഴപ്പമില്ല. പക്ഷേ ഈ 2 കിടക്കുന്നതിന് എനിക്ക് എന്തെടുക്കണം? ഇതിന് ഇത്രയും മാറ്റണം, 2 കൺവേർട്ട് ചെയ്യണം. അപ്പം നമുക്കറിയാം P1 V1 റേസ് ടു എൻ ഈസിക്കൽ ടു P2 V2 റേസ് ടു എൻ എന്ന് എഴുതാമല്ലോ. ആണോ? അപ്പോൾ ഈ P1 V1 റേസ് ടു എന്നിന് പകരം എന്ത് ഇട്ട് കൊടുക്കണം? 1 by 1 minus n P2 V2 raised to n. P2 V2 raised to n. ബാക്കി എന്തുണ്ട്? V2 raised to n plus 1 അവിടെ ഉണ്ട്. ഒരു സെക്കൻഡ്.
കേൾക്കുന്നുണ്ടോ? നോയ്സ് ഉണ്ടോ വണ്ടിയുടെ? കേൾക്കാവോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ബാക്കി ഇനി എന്തുണ്ട്? ബാക്കി അതേപോലെ തന്നെ P1 V1 raised to n V1 മൈനസ് n പ്ലസ് 1. വീട്ടിലെ കാർ ഇറക്കിയതാണ്. അപ്പം കാറല്ല, വേറെ വണ്ടിയുണ്ട്, അത് ഇറക്കിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ടായിരുന്നു. ഓക്കെ, 1/1 മൈനസ് n. ഓക്കെ, അപ്പോൾ ഇനി V2 നമ്മൾ ഒരുമിച്ച് ചെയ്തു. അപ്പോൾ V2 raised to നമുക്ക് എന്ത് എഴുതാം? V2 raised to എങ്ങനെ എഴുതാം? പവർ ബേസ് സെയിം ആണ്. n മൈനസ് n പ്ലസ് 1 ആണോ? മൈനസ് P1 V1 raised to n മൈനസ് n പ്ലസ് 1 എന്ന് എഴുതാവോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോടാ സ്റ്റുഡന്റ്? V2 raised to n മറ്റേ ആ V2 raised to minus n വെട്ടിപ്പോത്തില്ല. ഇത് വെട്ടിപ്പോവും, ഇത് വെട്ടിപ്പോവും, ഇത് വെട്ടിപ്പോവും. ബാക്കി എന്തുണ്ട്? 1 മൈനസ് n ഇൻറ്റു P2 V2 മൈനസ് P2 V2 മൈനസ് P1 V1 എന്ന് കിട്ടും. എങ്ങനെ കിട്ടുമോ? ഇങ്ങനെ കിട്ടും. ഇതിനകത്തോട്ട് നമുക്ക് ഈ P1 V1 ആണ് നമ്മൾ കോമൺ എടുക്കാൻ പോകും. അപ്പോൾ എന്ത് വരും? P1 V1 ഡിവൈഡ് ബൈ 1 മൈനസ് n ഇൻറ്റു P2 V2 ഡിവൈഡ് ബൈ P1 V1 ആണോ? ഇങ്ങനെ കിട്ടുമോ? മൈനസ് ഓഫ് 1 എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടും അല്ലേ? ഇനി നമ്മൾ നേരത്തെ കൊടുത്ത മാതിരി തന്നെ V2 ബൈ V1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഈ V2 ബൈ V1 നമ്മൾ എന്ത് കൊടുക്കണം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ പ്രഷർ നമുക്ക് പെട്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. പ്രഷർ നമുക്ക് ഇനിഷ്യൽ വോളിയം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് V2 ബൈ V1 എന്ന് പറയുക V2 എന്ന് പറയുമ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ പറയാം? P1 V1 raised to n ഈക്വൽ ടു P2 V2 raised to n. അപ്പോൾ അതിനകത്തു നിന്ന് V2 ബൈ V1 നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളൊന്ന് എഴുതിക്കേ, V2 ബൈ V1 വോൾ റേസ് ടു n ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? P1 ബൈ P2 എന്ന് എഴുതിക്കൂടെ? എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ നമുക്ക് V2 ബൈ V1 ഈക്വൽ ടു എങ്ങനെ എഴുതാം? V2 ബൈ V1 ഈക്വൽ ടു P1 ബൈ P2 1 ബൈ n. ഇങ്ങനെ എഴുതാമല്ലോ. ഈ സാധനം എടുത്ത് എങ്ങോട്ട് ഇട്ട് കൊടുക്കണം? അപ്പോൾ എങ്ങനെ വരും? ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. P2 by P1 into P1 by P2 whole raised to minus 1 by n. 1 by n minus 1 ആണോ? ഇപ്പോൾ ഇവിടെ P2 by P1, ഇവിടെ P1 by P2 ആണോ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? P1 by P2 ആയിട്ട് എനിക്ക് P2 by P1 എഴുതണമെങ്കിൽ എങ്ങനെ വേണം? P1 V1 by 1 minus n P2 by P1 ഇൻറ്റു P2 ബൈ P1 എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ റേസ് ടു മൈനസ് 1 ബൈ n എന്ന് എഴുതണ്ടേ? ഇവിടെ P1 ബൈ P2 ആയിരുന്നു, തിരിച്ചിവിടെ P2 ബൈ P1 എന്ന് എഴുതണമെങ്കിൽ എനിക്ക് എന്ത് വേണം? മൈനസ് 1 ബൈ n എന്ന് എഴുതണ്ടേ? ഇവിടെ P1 ബൈ P2 റേസ് ടു 1 ബൈ n ആയിരുന്നു. എനിക്ക് P2 ബൈ P1 എന്ന് ഇതിനകത്തുള്ള ടൈമിന് എഴുതണമെന്നുണ്ടെങ്കിൽ പവർ എന്ത് കൊടുക്കണം? പവർ തിരിച്ച് റെസിപ്രോക്കൽ ഇട്ട് കൊടുക്കണ്ടേ? റെസിപ്രോക്കൽ അല്ല മൈനസ് ഇട്ട് കൊടുക്കണം. ആണോ?
1/x എന്ന് വെച്ച് കഴിഞ്ഞാൽ x⁻⁻1 അല്ലേ, ആ സാധനം തന്നെ ഉദ്ദേശിക്കുന്നത്. x = നമ്മൾ അല്ലേ 1/x മുമ്പ് എന്താണ് x⁻⁻1 എന്ന് എഴുതിക്കൂടെ, ആ സാധനം തന്നെ നമ്മൾ p1/p2 p2/p1 നോക്കി 1/n മൈനസ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വരും. ഇനി നമ്മൾ അടുത്തത് എന്താ സിംപ്ലിഫിക്കേഷൻ ആട്ടോ, മാത്തമാറ്റിക്സ്. അതിനകത്ത് ആ ഒരു ഇനിഷ്യൽ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് p1 v1/1 - n. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? p2/p1 ബേസ് ചെയ്യുമ്പോൾ പവർ എന്തുകൊണ്ട് ഇവിടെ 1 ഉണ്ട്, പ്ലസ് പിന്നെന്തുവാ -1/n ഉണ്ട്. ആണോ അല്ലേ? അപ്പോൾ എങ്ങനെ വരും? -1. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. p1 v1/1 - n ഇൻറ്റു p2/p1 ഇവിടെ എന്ത് വരും? n-1/n എന്ന് വരത്തില്ലേ? n-1/n എന്ന് എടുത്ത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് ഇവിടെ n-1 ആയതുകൊണ്ട് നമുക്ക് ഇവിടെയും കൂടെ ഒരു കാണാൻ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് p1 v1 /n-1 എന്ന് കൊടുക്കാം. ഇവിടെ n-1 ആയതുകൊണ്ട് അപ്പോൾ എന്ത് വരും? ഇത് 1 - p2/p1 n-1/n എന്ന് വരും. ഇതാണ് നമ്മുടെ വർക്ക് ഡൺ ഇൻ എന്ത് p(n) കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്തുള്ള വർക്ക് ഡൺ ആണ് ഏത്? p1 v1/n-1 ഇൻറ്റു 1 - p2/p1 n-1/n. മനസ്സിലായോ? ഈ ഫോർമുല നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വർക്ക് ഡൺ ഇൻ p(n) കോൺസ്റ്റൻ്റ് പ്രോസസ്സ് എന്തുവാ? p1 v1/n-1 ഇൻറ്റു 1 - p2/p1 n-1/n. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, സബ്സ്റ്റിറ്റ്യൂഷനും സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു വട്ടം പറഞ്ഞതാണ്, ലാസ്റ്റ് സെക്ഷൻ മാത്രമേ ഉള്ളായിരുന്നു വിട്ടുപോയത്. അത് ഞാൻ എന്തെങ്കിലും മൊത്തത്തിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ചോദിക്കാം. ഡെറിവേഷനാണ് എൻ്റെ കൂടെ ചെയ്തു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ. അല്ല ചുമ്മാതെ സ്ക്രീനിൽ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഇത് കോൺസെപ്റ്റ് പോലെ അല്ല, ക്ലിയർ ആവത്തില്ല. എൻ്റെ കൂടെ ഞാൻ ചെയ്തു പോകുമ്പോൾ എൻ്റെ കൂടെ തന്നെ ചെയ്തു പോകണം, എങ്കിൽ മാത്രമേ. ഇത് എത്ര പേര് നോട്ട്ബുക്കിനകത്തോട്ട് ഈ ഡെറിവേഷൻ എഴുതിയിട്ടുണ്ട്? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ PDV വർക്ക് 4 ടൈപ്പ് വർക്കുണ്ട്. കോൺസ്റ്റൻറ്റ് വോളിയം വർക്ക്, കോൺസ്റ്റൻറ്റ് പ്രഷർ വർക്ക്, അതിനുശേഷം പറഞ്ഞത് എന്താണ് PV = കോൺസ്റ്റൻറ്റ് വർക്ക്, PV(n) ഗാമ എന്ന് പറയുന്നത് PV(n) കോൺസ്റ്റൻറ്റ്. ഈ 4 വർക്കിൻ്റെ വർക്ക് ഡണ്ണിന് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇത്രയും മാത്രം ടഫായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷേ സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത്ര റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ വീണ്ടും പറഞ്ഞാണ് പോകുന്നത്. കാരണം അങ്ങോട്ട് പോകുമ്പോഴത്തേനും ശരിക്കും ഇൻഡെപ്ത് ഡെറിവേഷൻസ് ആൻഡ് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ചെയ്ത ഓരോ കാര്യങ്ങളും മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവുന്നൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അഗെയിൻ പിന്നെ എടുത്ത് പറയുന്നത്. ആ കണ്ടിന്യൂറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാവുന്ന കാര്യമല്ല, മനസ്സിലാവുന്നത് നമുക്ക് പിന്നെ മനസ്സിലാക്കി എടുക്കാം. പക്ഷേ ഈ സബ്ജക്റ്റ് പറയുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു പറയുമ്പോൾ നമുക്കത് ഓക്കെ പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഫ്ലോയിൽ നമ്മൾ അതിനോട് കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് പുതിയ ടേംസ് കേൾക്കുമ്പോൾ ഇതെന്താണെന്നുള്ളൊരു കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിൽ നമ്മളിങ്ങനെ അന്താളിച്ച് നിൽക്കും. അവിടെ നമ്മുടെ കണക്ഷൻ പോകും. അവിടെ നമ്മുടെ കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആ ടൈപ്പ് സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ അഗെയിൻ ഇങ്ങനെ പറയുന്നത്. ഇത് ഇങ്ങനെയാണ് മനസ്സിലാകെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അനുഭവത്തിന് വിളിച്ചിട്ട് പറയാം. ഞാനൊക്കെ ക്ലാസ്സിൽ തെർമോഡൈനാമിക്സ് പഠിച്ചിരുന്ന എന്നെ പഠിപ്പിച്ചിരുന്ന സമയത്തൊക്കെ
സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ഈ സിസ്റ്റം എന്താണ്, സറൗണ്ടിങ്സ് എന്താണ്, അയ്യോ ഇതൊക്കെയാണ് തെർമോഡൈനാമിക്സ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ വരിക ഇതൊക്കെ സിമ്പിളല്ലേ, അപ്പോൾ നമ്മൾ ഇച്ചിരി ഉഴപ്പം മട്ടിലിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേന് നല്ല അടാറ് സാധനങ്ങൾ വരും. അതാണെങ്കിൽ അത് ഈ ഒരു നമ്മളൊരു നമ്മുടെ കണ്ടിന്യൂറ്റി വിട്ടുപോയി കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് എത്ര ശ്രദ്ധിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ എത്ര ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് ശ്രദ്ധിക്കണം, എനിക്കിത് എല്ലാം പ്രോബ്ലം ചെയ്യണം, റിവേഷൻ ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുക. പക്ഷേ എന്നിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതാണ് തെർമോഡൈനാമിക്സിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഇത് മനസ്സിലാകാതെ വീണ്ടും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത സെഷനിട്ട് പോകാം. മനസ്സിലായെങ്കിൽ മാത്രം പോയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് പതുക്കെ പോയാൽ മതി. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അടുത്ത നമ്മുടെ സെക്ഷനിലോട്ട് പോകുന്നത് ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇൻഡിക്കേറ്റർ ഡയഗ്രം നിങ്ങൾ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്താണെന്ന്? ഓക്കെ. ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറയുമ്പോഴത്തേന് ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിനകത്ത് 2 കോർഡിനേറ്റ്സ് ഉണ്ട്. വൈ ആക്സിസിൽ കാണിക്കുന്നത് പ്രഷറാണ്, എക്സ് ആക്സിസിൽ കാണിക്കുന്നത് വോളിയം. ഓക്കെ. ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറയുമ്പോഴത്തേന് നമ്മളൊരു പ്രോസസ്സ് നടക്കുന്നു. അതിപ്പോൾ ഐസോതെർമൽ ആവാം, അഡയബാറ്റിക് ആവാം, കോൺസ്റ്റൻറ്റ് വോളിയം പ്രഷർ പ്രോസസ്സ് ആവാം, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് ആവാം, അല്ലെങ്കിൽ പി വി = കോൺസ്റ്റൻറ്റ് എന്ന പ്രോസസ്സ് ആവാം, അല്ലെങ്കിൽ പി വി റേസ് ടു n = കോൺസ്റ്റൻറ്റ് പ്രോസസ്സ് ആവാം, അല്ലെങ്കിൽ പി വി റേസ് ടു ഗാമ = കോൺസ്റ്റൻറ്റ് പ്രോസസ്സ്. ഏത് പ്രോസസ്സ് ആണെങ്കിലും നമുക്ക് അതിനകത്ത് പ്രഷർ ടു വോളിയം വേരിയേഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്തോ റെക്കോർഡ് ചെയ്യാൻ പറ്റും? പ്രഷർ ആൻഡ് വോളിയം. ഓരോ പോയിൻറ്റ്സിലും അല്ലെങ്കിൽ ഓരോ ടൈം ഇൻ്റർവെല്ലിലും നമുക്ക് പ്രഷർ മെഷർ ചെയ്യുന്നു, അതിൻ്റെ വോളിയം മെഷർ ചെയ്യുന്നു, പ്രഷർ മെഷർ ചെയ്യുന്നു, അതിൻ്റെ വോളിയം മെഷർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളിത് പ്ലോട്ട് ചെയ്യുന്നു. എന്താ പ്ലോട്ട് ചെയ്യുന്നത്? ഇപ്പോൾ സിസ്റ്റം 1 എന്ന് പറഞ്ഞ പോയിൻ്റ് ഇതാണ്, 2 എന്ന് പറഞ്ഞ പോയിൻ്റ് ഇതാണ്. 1 എന്ന് പറഞ്ഞ പോയിൻ്റ് 2 എന്ന് പറഞ്ഞ പോയിൻറ്റിലോട്ട് പോകുന്നത് ഇതിലേക്കൂടെയാണ്. 2-ൽ നിന്ന് തിരിച്ച് 1-ലോട്ട് പോകുന്നത് ഈ പാത്തിൽ കൂടെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓരോ പോയിന്റിലും ഇവിടെയുള്ള പ്രഷർ വോളിയം പ്ലോട്ട് ചെയ്യുന്നു, ഇവിടെയുള്ള പ്രഷർ വോളിയം പ്ലോട്ട് ചെയ്യുന്നു, ഇവിടെ പ്രഷർ വോളിയം പ്ലോട്ട് ചെയ്യുന്നു ഉണ്ടോ. അപ്പോൾ നമുക്കൊരു ഒരു ഷേപ്പ് കിട്ടുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ ഈ ഒരു ഡയഗ്രത്തിന് പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രം. എന്താണ് ഇൻഡിക്കേറ്റർ ഡയഗ്രം? അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടന്നപ്പോൾ ഉള്ള വർക്ക് എന്ന് പറയുമ്പോഴത്തേന് വർക്ക് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ് എന്ന് പറയുമ്പോഴത്തേന് ഏരിയ ഓഫ് ഇൻഡിക്കേറ്റർ ഡയഗ്രമാണ്. ഏരിയ ഓഫ് ഇൻഡിക്കേറ്റർ ഡയഗ്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് 1-ൽ നിന്ന് 2-ലെത്തി, 2-ൽ നിന്ന് തിരിച്ച് 1-ലെത്തി അല്ലേ? ആ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നടന്ന വർക്ക് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ കിട്ടും. ക്ലിയർ ആകും? അപ്പോൾ വാട്ട് ഈസ് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. വാട്ട് ഈസ് ഇൻഡിക്കേറ്റർ ഡയഗ്രം? വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്? എന്താണ് ഇൻഡിക്കേറ്റർ ഡയഗ്രം? എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്? ആർക്കും പറയാൻ വയ്യ. കണ്ടോ? അതൊരു പ്രഷർ വോളിയം ഗ്രാഫാണ്. പ്രഷർ വോളിയം ഗ്രാഫാണ്. ഓക്കെ. പിന്നെ പ്രോസസ് നടക്കുന്ന സമയത്തുള്ള വർക്ക് നമുക്ക് അതിൻ്റെ ഏരിയ എടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ആണോ? ഓക്കെ. അത്രേ ഉള്ളൂ. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്താണെന്നാണ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തത് നമുക്ക് പറയാൻ പോകുന്നത്, നമ്മൾ PDV വർക്ക് പഠിച്ചു. ഇനി അടുത്ത ഓരോരോ വർക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ഇലക്ട്രിക് വർക്കാണ് കേട്ടോ.
ഇലക്ട്രിക് വർക്ക്. ഒരു റെസിസ്റ്റർ എടുത്ത് വെച്ചേക്കുന്നു. റെസിസ്റ്ററിനകത്തൂടെ ഐ കറണ്ട് കടന്നു പോകുന്നു. ഇത് സിസ്റ്റം ബൗണ്ടറി ആണ്. ഈ റെസിസ്റ്ററിനകത്ത് ഐ കറണ്ട് പോകുന്നു. ഇത് റെസിസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്ററിനകത്തൂടെ കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ? റെസിസ്റ്ററിനകത്തൂടെ കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ തെർമോഡൈനാമിക് വർക്ക് നടന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല സാറേ, കാരണം ഹീറ്റ് ഉണ്ടാവുന്നില്ലേ. ആ, പക്ഷെ അങ്ങനെ തെർമോഡൈനാമിക് വർക്കിന്റെ ഡെഫിനിഷൻ ഞാൻ തുടക്കത്തിൽ എങ്ങനെയാ പറഞ്ഞത്? തെർമോഡൈനാമിക് വർക്കിന്റെ ഡെഫിനിഷൻ തുടക്കത്തിന് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഹീറ്റ് ഇവിടുത്തെ നെറ്റ് എഫക്റ്റ് എന്താണ്? നെറ്റ് എഫക്റ്റ് എന്താണ്? ഈ ഒരു കറണ്ട് പോയിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള എഫക്റ്റ് എന്താണ്? ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു ആണോ? റെസിസ്റ്ററിനകത്തൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല, ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു ആണോ? അപ്പോൾ എനിക്ക് ഈ കറണ്ടിനെ ഉപയോഗിച്ചിട്ട് ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ കറണ്ടിനെ ഉപയോഗിച്ച് എനിക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ റെസിസ്റ്ററിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ടിനെ ഉപയോഗിച്ചിട്ട് എനിക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലേ? ഞാൻ റെസിസ്റ്ററിനെ അങ്ങോട്ട് റീപ്ലേസ് ചെയ്യുന്നു. റെസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു മോട്ടർ വെക്കുന്നു. ഓക്കെ, മോട്ടർ വെച്ചിട്ട് ഇവിടെ കറണ്ട് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു മോട്ടറായിട്ട് കണക്ട് ചെയ്തിട്ട് പുള്ളി വെക്കുന്നു. എന്നിട്ട് പുള്ളിയായിട്ട് ഞാനൊരു വെയിറ്റ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കറണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ വെയിറ്റിന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റത്തില്ലേ? പറ്റൂല്ലേ? അതല്ലേ ഞാൻ വർക്കിംഗ് ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞത്. ദ സോൾ എഫക്റ്റ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു ദി ലിഫ്റ്റിംഗ് ഓഫ് എ വെയിറ്റ്. അവിടെ ഉണ്ടാകുന്ന സിസ്റ്റത്തിന് എക്സ്റ്റേണലായിട്ടുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ സറൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന മൊത്തത്തിലുള്ള എഫക്റ്റിനെ എനിക്കൊരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിനകത്തോട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തെർമോഡൈനാമിക് വർക്ക് നടന്നു എനിക്ക് പറയാൻ പറ്റും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അവിടെ സത്യം പറഞ്ഞാൽ ഉണ്ടാകുന്നത് ഹീറ്റ് ജനറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തോ എടുക്കുന്നു? അവിടുത്തെ റെസിസ്റ്റൻസ് റീപ്ലേസ് ചെയ്തിട്ടൊരു മോട്ടർ വെക്കുന്നു, മോട്ടറിനെ കണക്ട് ചെയ്ത് പുള്ളി വെക്കുന്നു, പുള്ളിനെ കണക്ട് ചെയ്ത് വെയിറ്റ് വെക്കുന്നു, എന്നിട്ട് കറണ്ട് കടത്തി വിടുന്നു. അപ്പോൾ ആ കറണ്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്തപ്പെട്ട അതേ കറണ്ട് മോട്ടറിലൂടെ കടത്തി വിടുമ്പോഴത്തേനും ഒരു പുള്ളി വഴി ഒരു വെയിറ്റ് ലിഫ്റ്റ് നടക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ എന്ത് പറയാൻ പറ്റും? വർക്ക് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ആണോ? ഏതൊരു സംഭവം നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ട്. ഞാനൊരു സ്ഥലത്ത് എടുത്ത് ചോദിക്കുക, ഇവിടെ തെർമോഡൈനാമിക് വർക്ക് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടോ നിങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഒരു മോട്ടറും പുള്ളിയും വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു പുള്ളി വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം അവിടെ ചെയ്യാൻ പറ്റുമോ നോക്കുക. ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് വെച്ചിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കുക. അവിടുത്തെ എഫക്റ്റ് എന്താണ്? ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഫാനിൻ്റെ എഫക്റ്റ് എന്താണ്? എയർ മൂവ്മെൻ്റ് ആണ് അല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഫാനിൻ്റെ എഫക്റ്റ് എന്താണ്? എയർ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ എയറിൻ്റെ മൂവ്മെൻറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് ഫാൻ മാറ്റിയിട്ട് നമ്മളൊരു പുള്ളിയും വെക്കുന്നു, അവിടെ ഒരു വെയിറ്റും വെക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാൻ മൂവ്മെൻറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്തുണ്ടായി? ഫാൻ മൂവ്മെൻറ്റ് റീപ്ലേസ് ചെയ്തിട്ട് ഫാൻ്റെ മൂവ്മെൻറ്റ് അല്ല, എയർ മൂവ്മെൻറ്റ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്തുണ്ടായി? വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത്. അതേപോലെ തന്നെ ഇവിടെ സംഭവിച്ചു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഹീറ്റ് എന്ന് പറയുന്നത് നെറ്റ് എഫക്റ്റിന് നമ്മൾ ഫുൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഒരു മോട്ടർ ഒരു പുള്ളി കണക്ട് ചെയ്തപ്പോൾ അവിടെ ഒരു വെയിറ്റ് ലിഫ്റ്റുമായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഇലക്ട്രിക് വർക്ക് എന്ന് പറയുമ്പോൾ തെർമോഡൈനാമിക് വർക്ക് നടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ആണോ?
ആണോ? യെസ് ഓർ നോ? യെസ് സർ, അതെ. ഓക്കെ. അപ്പോൾ നമുക്കിതിനകത്ത് നമ്മൾ കഴിഞ്ഞ പി ഡി വി വർക്കിനകത്ത് വർക്കിൻ്റെ ഫോമിലൊക്കെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, വർക്കിൻ്റെ ഡെറിവേഷനൊക്കെ ചെയ്തായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കറണ്ട് ഈസിക്കൽ ടു, കറണ്ട് എന്ന് പറയുമ്പം എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് അല്ലേ കറണ്ട് എന്ന് പറയുമ്പം? നമ്മൾ പണ്ട് പ്ലസ് ടുവിലൊക്കെ പഠിച്ചില്ലേ, ഐ ഈസിക്കൽ ടു ഡി ക്യൂ ബൈ ഡി ടി എന്നൊക്കെ പഠിച്ചില്ലേ? ചാർജിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? പഠിച്ചിട്ടില്ലേ പ്ലസ് ടുവിലൊക്കെ? ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഫിസിക്സിനകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് ഐ ഈസിക്കൽ ടു കൂളംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഐ ഈസിക്കൽ ടു ക്യൂ ഇൻറ്റു അപ്പോൾ ഇവിടെ ഞാൻ ക്യൂവിന് പകരം, നമ്മുടെ ഇവിടെ ക്യൂവിന് പകരം സി തന്നെ എടുക്കുന്നത് കേട്ടോ, കൂളംസ്. അപ്പോൾ ഡി സി ബൈ ഡി ടോ എന്നാണ് എടുക്കുന്നത്. ഇവിടെ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളമ്പാണ്, ചാർജാണ് കേട്ടോ. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഇൻ കൂളമ്പാണ്. ആൻഡ് ടോ എന്ന് പറയുന്നത് ടൈം ഇൻ സെക്കൻഡാണ്. അപ്പോൾ കറണ്ടിന് എനിക്കിങ്ങനെ എഴുതാമല്ലോ, ഡി സി ബൈ ഡി ടോ എന്ന് എഴുതാമല്ലോ. കറണ്ട് ഈസിക്കൽ ടു ഡി സി ബൈ ഡി ടോ എന്ന് എഴുതാമല്ലോ. കറണ്ട് ഈസിക്കൽ ടു ഡി സി ബൈ ഡി ടോ എന്ന് എഴുതാമല്ലോ. അല്ലേ? അപ്പോൾ ഡി സി എന്ന് വെച്ചാൽ എന്താണ്? ഡി സി എന്ന് വെച്ചാൽ എന്താണ്? ചാർജ് ക്രോസിങ് ദ ബൗണ്ടറി, ചാർജ് ക്രോസിങ് ദ ബൗണ്ടറി ഇൻ ഡി ടോ സെക്കൻഡ്സ്. ഡി ടോ എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ എത്ര ചാർജാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനെ പറയുന്ന പോലെയാണ് ഡി സി എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണോ? നമ്മുടെ സാധാരണ പി ഡി വിക്ക് അത് ഡി ഡബ്ല്യു എങ്ങനെ എടുത്തത്? ഡി ഡബ്ല്യു ഇസിക്കലിനാണ് കൊടുത്തത്. പി ഡി വിക്കകത്ത് ഇനിഷ്യലി നമ്മൾ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കിനകത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ എടുത്തത്? ഡി ഡബ്ല്യു ഇസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു ഡി എൽ എന്നല്ലേ എടുത്തേ? ഫോഴ്സ് ഇൻറ്റു ഡി എൽ എന്നല്ലേ എടുത്തേ? നമ്മൾ ഇനിഷ്യലി ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി ഡി ഡബ്ല്യു ഇസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു ഡി എൽ എടുത്ത് എഫിന് മാറി നമ്മൾ പി ഇൻറ്റു സ്മോൾ എ എന്ന് എടുത്തു. അങ്ങനെയൊക്കെയല്ലേ എടുത്തത്? എന്നിട്ട് ഇട്ടെടുക്കുന്നത് ഡി ഡബ്ല്യു ഇസിക്കൽ ടു പി ഇൻറ്റു സ്മോൾ എ ഇൻറ്റു ഡി എൽ എന്ന് എടുക്കുന്നു. അപ്പോൾ ഡി ഡബ്ല്യു ഇസിക്കൽ ടു പി ഡി വി എന്ന് കിട്ടുന്നു. ഇങ്ങനെയൊക്കെയല്ലേ കിട്ടിയത്? ആണോ? അപ്പോൾ ഇവിടെ ഡി ഡബ്ല്യു ഇസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു ഡി എൽ എടുത്തത്. അപ്പം നമുക്ക് ഇവിടുത്തെ ഡാർക്ക് വർക്ക് ഡി ഡബ്ല്യു വേണം. ഡി ഡബ്ല്യു ഇവിടെ ഡി എല്ലിന് പകരം ഇവിടെ എന്ത് ഉപയോഗിക്കുന്നത്? ഡി എല്ലിന് പകരം എന്ത് ഉപയോഗിക്കുന്നത്? ഡി എല്ലിന് പകരം എന്ത് ഉപയോഗിക്കണ്ടേ? ഡി എല്ലിന് പകരം ഉപയോഗിക്കേണ്ടത് അവിടുത്തെ ചാർജാണ് കേട്ടോ. എത്ര ചാർജാണ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്? ചാർജ് ഡി സി ചാർജ് മൂവ്മെൻറ്റ് ഇൻറ്റു അവിടുത്തെ എത്ര വോൾട്ട് ഉണ്ട് അവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ടാണ് വർക്ക് ഡി സി ഇ ഇൻറ്റു ഡി സിയിലാണ് വരുന്നത്. കാരണം എന്താണ്? അവിടെ കറണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൂലമല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ചുമ്മാ കറണ്ട് ഫ്ലോ ചെയ്യുമോ? കറണ്ട് ചുമ്മാതെ ഫ്ലോ ചെയ്യുമോ? ഇല്ല. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അവിടെ ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സിന് പകരം ഇവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്തുവാണ്? ഇവിടുത്തെ ഫോഴ്സ് അവിടുത്തെ ഡ്രൈവിംഗ് ഇലക്ട്രിക് സിസ്റ്റം എടുക്കുകയെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആണോ അതോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ? ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ഡി സി എന്ന് പറയുന്ന ചാർജ് ആ ബൗണ്ടറിക്ക് എപ്പോൾ അല്ലെങ്കിൽ ആ ചാർജ് മൂവ്മെൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ചാർജ് മൂവ്മെൻറ്റ് നടക്കത്തുള്ളൂ. ആണോ? അപ്പോൾ ഡി ഡബ്ല്യു ഇസിക്കൽ ടു ഇ ഇൻറ്റു ഡി സി നമുക്ക് എഴുതാം അല്ലേ? ഡി ഡബ്ല്യു ഇസിക്കൽ ടു ഇ ഇൻറ്റു ഡി സി എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഡി സി ഇസിക്കൽ ടു ഈ ഒരു ഫോമിലേക്ക് ഡി സി എങ്ങനെ എഴുതാം? ഡി സി നമുക്ക് ഇതിനകത്തുനിന്ന് എങ്ങനെ എഴുതാം?
ഡി സി ഇതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു ഡി ടോ എന്ന് എഴുതാമോ? I into dot o. ആ ഡി ടോ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇനി വർക്ക് വേണം. വർക്ക് വേണം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെന്ത് ചെയ്യണം? വർക്ക് ഡൺ ഇൻ്റഗ്രൽ 1 to 2. വർക്ക് ഡൺ 1 to 2 ഇലക്ട്രിക് വർക്ക് എന്തുവാ? ഇ ഐ ഡി ടോ. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. നമ്മൾക്ക് ഒരു ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഉണ്ട്. ഇലക്ട്രിക് റെസിസ്റ്റൻസിലൂടെ ഒരു കറണ്ട് കടന്നു പോകുന്നു. ഇതാണ് നമ്മുടെ സിസ്റ്റം ബൗണ്ടറി ആണല്ലോ. ഇതാണ് ഐ കറണ്ട് കടന്നു പോകുന്നത്. റെസിസ്റ്റൻസ് ആർ ആണെന്നിരിക്കട്ടെ. നമ്മൾ സാധാരണ പി ഡി ബി വർക്കിനകത്ത് ഡി ഡബ്ല്യു എടുത്തത് എങ്ങനെയാണ്? ഡി ഡബ്ല്യു എടുത്തത് എഫ് ഇൻറ്റു ഡി എൽ എന്നാണ്. അത് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഈ കറണ്ട് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ്. അപ്പോൾ ഡി സി ബൈ ഡി ടോ എന്ന് പറയുന്നതാണ് കറണ്ട്. ഡി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചാർജ് ട്രാൻസ്മിറ്റഡ് ഇൻ ഡി ടോ ടൈം. ഡി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളമ്പിലാണ്, കൂളം ചാർജ് ആണ് കേട്ടോ. ഡി സി കൂളം ചാർജ്. ഡി ടോ എന്ന് പറയുന്നത് എന്താണ്? ടൈം ഇൻ സെക്കൻഡ്സ് ആണ്. ഡി ടോ എന്ന് പറയുമ്പോൾ ടൈം ഇൻ സെക്കൻഡ്സ് ആണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഡി സി ഈസിക്കൽ ടു ഐ ഇൻറ്റു ഡി ടോ നമ്മൾ ആദ്യമേ എഴുതി അങ്ങ് വെച്ചു. എന്നിട്ട് ഇവിടെ ഉള്ള ഈ ഒരു കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇ എന്നിരിക്കട്ടെ. ഇ എന്നാണ് കൊടുക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇ. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ടിട്ടാണ് ആര് ഫ്ലോ ചെയ്യുന്നത്? ഡി സി ഫ്ലോ ചെയ്യുന്നത്. മനസ്സിലായോ പറയുന്നത്? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചാർജ് ഫ്ലോ ചെയ്യാനുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ചാർജ് ഫ്ലോ ചെയ്യാനുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? ചാർജ് ഫ്ലോ ചെയ്യാനുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? പറ. ഡി ഡബ്ല്യു ഇസിക്കൽ ടു ഇവിടെ ഡി സി എന്ന് പറഞ്ഞ ചാർജ് ഈ സിസ്റ്റത്തിന് അക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ട ഡ്രൈവിംഗ് ഫോഴ്സ്. എന്തുകൊണ്ടാണ് ചാർജ് ഫ്ലോ ചെയ്യുന്നത്? കേൾക്കുന്നില്ല? ഹലോ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ടാണ് ചാർജ് ഫ്ലോ ഉണ്ടാകുന്നത്. ഇവിടെ എഫിന് പകരം നമ്മൾ എന്ത് കൊടുക്കണ്ടേ? എഫിന് പകരം അവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സ് ഇ കൊടുക്കണം. ഡി എല്ലിന് പകരം അവിടെ മൂവ് ഡി സി കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഡി ഡബ്ല്യു ഇസിക്കൽ ടു ഇ ഇൻറ്റു ഡി സി കൊടുക്കുന്നു. ഈ ഡി സിക്ക് കേൾക്കുന്നുണ്ട്. ഈ ഡി സിക്ക് പകരം നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക? ഐ ഇൻറ്റു ഡി. ഡി ഡബ്ല്യു ഇസിക്കൽ ടു ഇ ഇൻറ്റു ഐ ഇൻറ്റു ഡി ടോ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ഫ്രം 1 to 2 എന്ന് എടുക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ 1 to 2 ഇ ഐ ഡി ടോ ആണ് നമ്മുടെ ഫോർമുല. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇലക്ട്രിക് വർക്ക് എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് വർക്കാണ് മൂന്നാമത്തെ വർക്ക്. അപ്പോൾ ഇലക്ട്രിക് വർക്കിൻ്റെ ഫോർമുല എന്തുവാ? ഇലക്ട്രിക് വർക്ക് 1 to 2 ഇസിക്കൽ ടു ഇൻ്റഗ്രൽ 1 to 2 ഇ ഇൻറ്റു ഐ ഇൻറ്റു പറഞ്ഞോ. എന്താ പറ്റി? കേൾക്കുന്നില്ല? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ പറയുന്നത്?
സ്ക്രീൻ ഓക്കെ. സാറേ സ്ക്രീൻ പ്രസന്റ് ആവുന്നില്ല. ശരി, ഓക്കെ. ഇപ്പോഴാ ഇപ്പൊ കാണോ? ഇപ്പൊ കാണോ? ഓക്കെ. ഷാഫ്റ്റ് വർക്കിനകത്ത് നമ്മുടെ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേന് ഷാഫ്റ്റാണ് നമ്മുടെ സിസ്റ്റം. മനസ്സിലല്ലേ? ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേന് അവിടെ നമുക്കൊരു വർക്ക് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പമ്പ് ഉണ്ട്, കംപ്രസർ, ടർബൈൻ, ജനറേറ്റർ അല്ലേ? ഇപ്പം നമ്മുടെ ഒരു പമ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷാഫ്റ്റ് ഉണ്ട് അല്ലേ? ഈ ഷാഫ്റ്റിൻ്റെ ഒരു അറ്റത്ത് നമ്മൾ എന്ത് പറയുന്നു, പമ്പ് കണക്ട് ചെയ്തേക്കുവാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തതുകൊണ്ട് പമ്പ് റൊട്ടേറ്റ് ചെയ്യുന്നു ആണല്ലോ? ആണോ? ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, പമ്പ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇവിടെ തെർമോഡൈനാമിക് വർക്ക് നടന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇവിടെ തെർമോഡൈനാമിക് വർക്ക് നടന്നു എനിക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം തെർമോഡൈനാമിക് വർക്ക് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റണം. എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യും? നമ്മൾ എന്ത് ചെയ്യണം? ഈ പമ്പിനെ ഞാനങ്ങ് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ഞാൻ എന്താ വെക്കുന്നത്? പമ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് വെക്കുന്നത്? പുള്ളി വെക്കുന്നത്. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യേണ്ടിരിക്കുന്നു. പമ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് പുള്ളി വെക്കുന്നത്. പുള്ളിനെ കണക്ട് ചെയ്ത് എന്ത് വെക്കുന്നത്? വെയിറ്റ് വെക്കുന്നത്. അപ്പോൾ വെയിറ്റ് എന്ത് ചെയ്യും? വാട്ട് ഹാപ്പൻ ടു ദ വെയിറ്റ്? വെയിറ്റ് എന്ത് ചെയ്യും? വെയിറ്റ് എന്ത് സംഭവിക്കും? ഹലോ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഷാഫ്റ്റ് വർക്ക് ഒരു തെർമോഡൈനാമിക് വർക്കാണ് നമുക്ക് മനസ്സിലായില്ലേ? അതായത് ഷാഫ്റ്റ് വർക്കിന് അവിടെ ഉണ്ടാകുന്ന നെറ്റ് എഫക്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു ദ ലിഫ്റ്റിംഗ് ഓഫ് എ വെയിറ്റ്. ആണോ? അവിടെ ഉണ്ടാകുന്ന എന്ത് നെറ്റ് എഫക്റ്റ് ആണെങ്കിലും അതിന് നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? എന്ത് നെറ്റ് എഫക്റ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ടു എ ലിഫ്റ്റിംഗ് ഓഫ് എ വെയിറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഷാഫ്റ്റ് ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇവിടെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു കേട്ടോ. ഇവിടെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ടോർക്ക് തന്നിട്ടുണ്ട്. റൊട്ടേറ്റ് ചെയ്യുന്ന ടോർക്ക് ടി ആണെന്നിരിക്കട്ടെ. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആംഗുലാർ ഡിസ്റ്റൻസ് ഒരു ചെറിയ ആംഗുലാർ ഡിസ്റ്റൻസ് ഡി തീറ്റ എന്നിരിക്കട്ടെ. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ചെറിയൊരു ആംഗുലാർ ഡിസ്റ്റൻസ് ഡി തീറ്റ എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പി ഡി വി വർക്കിനകത്ത് നമ്മളെങ്ങനെ ഡി ഡബ്ല്യു എടുത്തത്? പി ഡി വി വർക്കിന് ഡി ഡബ്ല്യു എങ്ങനെ എടുത്തത്? പി ഡി വി വർക്കിനകത്ത് ഡി ഡബ്ല്യു എങ്ങനെയാണ് എടുത്തത്? പി ഡി വി വർക്കിനകത്ത് വർക്ക് ഡൺ, സ്മോൾ വർക്ക് ഡൺ എങ്ങനെ എടുത്തത്? ഡി ഡബ്ല്യു ഇസിക്കൽ ടു സ്മോൾ വർക്ക് ഡൺ ഡി ഡബ്ല്യു ഇസിക്കൽ ടു എങ്ങനെ എടുത്തത്? ഒന്ന് പറയടോ. കേൾക്കുന്നില്ല? എഫ് ഇൻറ്റു ഡി എൽ എന്നല്ലേ എടുത്തേ? എഫ് ഇൻറ്റു ഡി എൽ എന്നല്ലേ എടുത്തേ? ഇവിടെ എഫ് എന്ന് പറയുമ്പോൾ ഫോഴ്സാണ്, ഡി എൽ എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ്. അതേപോലെ തന്നെ ഇവിടെ ഫോഴ്സിന് മാറി എന്താ ഉള്ളത്? ഇവിടെ ഫോഴ്സ് മാറി എന്താ ഉള്ളത്?
ടോർക്കാണോ സാർ? ടോർക്കാണ്. ഡിസ്പ്ലേസ്മെന്റ് പവർ എന്തോ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് പവർ എവിടെ ഉള്ള ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പം നമുക്ക് ഡി ഡബ്ല്യു എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഡബ്ല്യു ഇസിക്കൽ ടു ടി ഇൻറ്റു ഡി തീറ്റ എന്ന് എഴുതി കൂടെ? ഡി ഡബ്ല്യു ഇസിക്കൽ ടു ടി ഇൻറ്റു ഡി തീറ്റ എന്ന് എഴുതി കൂടെ? ഇതാവോ? ഡി ഡബ്ല്യു ഇസിക്കൽ ടി ഇൻറ്റു ഡി തീറ്റ എന്ന് എഴുതാമല്ലോ. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ 1 to 2 എന്ന് എഴുതുകയാണെങ്കിൽ ഇൻ്റഗ്രൽ 1 to 2 ടി ഡി തീറ്റ എന്ന് എഴുതാമല്ലോ. ഇതാണ് ഷാഫ്റ്റ് വർക്കിലെ വർക്ക്. ടോട്ടൽ വർക്ക് ഡൺ ഫ്രം 1 to 2 ഇസിക്കൽ ടു ടി ഇൻറ്റു ഇൻ്റഗ്രൽ 1 to 2 ടി ഡി തീറ്റ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സമയം ഓൾറെഡി കഴിഞ്ഞു. ഞാൻ കൂടുതൽ അത് എലാബറേറ്റ് ചെയ്യുന്നില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ചോദിക്കാം, അല്ലെങ്കിൽ